നെക്സ്റ്റ് സിംഗുലാരിറ്റീസ്. എപ്പോഴാണ് നമ്മളൊരു പോയിൻറ്റിനെ സിംഗുലർ പോയിൻ്റ് എന്ന് വിളിക്കുക? എഫ് എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ് ഡിഫൈൻഡ് ഓൺ എ ഡൊമെയിൻ ഡി. എഫ് ഈസ് എ കോംപ്ലെക്സ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ഡൊമെയിൻ ഡി. അങ്ങനെയാണെങ്കിൽ ഈ ഡൊമെയിനകത്ത് ഒരു പോയിൻ്റാണ് Z0 ബിലോങ്സ് ടു ഡി. ഈ Z0 എന്നുള്ള പോയിൻറ്റിനെ സിംഗുലർ പോയിൻ്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? സിംഗുലർ പോയിന്റ് ഓഫ് എഫ്. എഫ് ഫെയിൽസ് ടു അനലറ്റിക് അറ്റ് Z0. എഫ് ഈ പോയിന്റിൽ അനലറ്റിക് ആവരുത്. ഓക്കെ, എഫ് ഫെയിൽസ് ടു അനലറ്റിക് അറ്റ് Z0. ഈ Z0 എന്നുള്ള പോയിന്റിൽ അനലറ്റിക് ആവാതിരുന്നാൽ നമുക്ക് ഈ Z0 എന്ത് വിളിക്കാം? ഇസ് എ സിംഗുലർ പോയിന്റ് ഓഫ് എഫ് എന്ന് വിളിക്കാം. എഫ് ഈസ് എ കോംപ്ലെക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ ഡൊമൈൻ ഡി ആൻഡ് Z0 ബിലോങ്സ് ടു ഡി. ദെൻ Z0 ഈസ് സെറ്റ് ടു ബി എ സിംഗുലർ പോയിന്റ് ഓഫ് എഫ് ഇഫ് എഫ് ഫെയിൽസ് ടു അനലറ്റിക് അറ്റ് Z0. Z0 എന്നുള്ള പോയിന്റിൽ എഫ് അനലറ്റിക് ആവാതിരുന്നാൽ നമുക്ക് Z0 എന്ത് വിളിക്കാം? ഇസ് ദ സിംഗുലർ പോയിന്റ് ഓഫ് എഫ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ Z0 ഇസ് ദ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്നും കൂടെ വിളിക്കാം. അതെപ്പോഴാണ് വിളിക്കുക? Z0 ഈസ് സെറ്റ് ടു ബി an isolated singular point. Isolated singular point. എഫ് ഞാൻ പറഞ്ഞു അനലറ്റിക് അല്ല അല്ലേ? Z0 എന്നുള്ള പോയിന്റിൽ അനലറ്റിക് അല്ല. പക്ഷേ Z0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡിനകത്ത് അതെന്തായി മാറുക? അനലറ്റിക് ആയിട്ട് മാറുക. ഇവിടെ Z0 എന്നുള്ള ഈ പോയിന്റിൽ അനലറ്റിക് അല്ല, പക്ഷെ Z0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാനൊരു നൈബർഹുഡ് എടുത്തു മോഡ് Z മൈനസ് Z0 എന്ന് പറഞ്ഞാൽ എന്താണ്? Z0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡാണ് അല്ലേ? Z0 സെൻറ്റർ ആയി കൊണ്ടുവരുന്ന ഒരു നൈബർഹുഡാണ്. ലെസ് ദാൻ R0 എന്നുള്ള റേഡിയസിൽ വരുന്ന ഒരു നൈബർഹുഡാണ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ നൈബർഹുഡിനകത്ത് എന്തായിരിക്കും? ഫംഗ്ഷൻ അനലറ്റിക് ആവുകയും Z0 എന്നുള്ള പോയിന്റിൽ അനലറ്റിക് ആവാതിരിക്കുകയും അതിൻ്റെ നൈബർഹുഡിൽ അനലറ്റിക് ആവുകയും ചെയ്താൽ ആ Z0 അപ്പം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. ഓക്കെ, അപ്പോൾ സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ അനലറ്റിക് ആവാതിരിക്കുക. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൈബർഹുഡ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്: A singular point Z0 is said to be an isolated singular point if there is a deleted neighborhood 0 less than mod Z minus Z0 less than R0 of Z0 throughout which F is analytic. അപ്പോൾ Z0 അല്ലാതെ Z0 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് നമുക്ക് കണ്ടെത്താൻ പറ്റണം. ആ നൈബർഹുഡിനകത്ത് എഫ് എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ Z0 നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എഫ് ഓഫ് Z ഇസ് ഈക്വൽ ടു 1/z. എഫ് ഓഫ് Z ഇസ് ഈക്വൽ ടു 1/z എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല. ഈ ഫംഗ്ഷൻ എവിടെയാണ് അനലറ്റിക് ആവാതിരിക്കുക? ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ, അതായത് Z ഈക്വൽ ടു 0 ആകുന്ന പോയിന്റിൽ എന്തല്ല അനലറ്റിക് അല്ല. അതായത് Z ഇസ് ഈക്വൽ ടു Z0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഏതാണ്? 0 ആണ്. അതായത് 0 ഈസ് ദ സിംഗുലാർ പോയിന്റ് നമുക്ക് വിളിക്കാം അല്ലേ? ഈ ഫംഗ്ഷൻ അനലറ്റിക് ആവാത്ത പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിംഗുലാർ പോയിന്റ്. അപ്പോൾ ഇവിടെ എന്താണ്? Z ഇസ് ഈക്വൽ ടു 0 ഈസ് ദ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കുക. ഓക്കെ, സിംഗുലാർ പോയിന്റ്. ഇനി Z ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. യെസ് അല്ലേ, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ബിക്കോസ് എന്താ റീസൺ? ഇതിന് നമ്മളൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 0 സെൻറ്റർ ആയും കൊണ്ട് നമ്മളൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ബാക്കി എല്ലാ റീജിയനിലും ആ ഫംഗ്ഷൻ എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ Z0 എന്നുള്ള, അതായത് 0 എന്നുള്ള പോയിന്റിലാണ് ഇത് അനലറ്റിക് അല്ലാത്തത്. അപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ബാക്കി പോയിന്റ്, അതായത് വേറൊരു നൈബർഹുഡ് 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു നൈബർഹുഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും. കാരണം അനലറ്റിക് അല്ലാത്ത ആകെ ഒരു പോയിന്റ് വരുന്നത് ഏതാണ്? Z ഇസ് ഈക്വൽ ടു 0. അപ്പോൾ Z ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നമുക്ക് പറയാം അല്ലേ? ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് Z ഇസ് ഈക്വൽ ടു Z പ്ലസ് 1 ഡിവൈഡഡ് ബൈ Z ക്യൂബ് ഇൻറ്റു Z സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ
ഈ ഫംഗ്ഷൻ എന്താണ്? ഒരു റാഷണൽ ഫംഗ്ഷനാണ് അല്ലേ? എഫ് ഓഫ് സെഡ് ബീയിങ് എ റാഷണൽ ഫംഗ്ഷനാണ്. ഇത് അനലറ്റിക് അല്ലാത്ത പോയിന്റ് എവിടെയായിരിക്കും? ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിലാണ്. ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ Z³ ഉണ്ട്, അതുപോലെ തന്നെ Z² + 1 ആണ്. ഇത് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? അനലറ്റിക് ആവില്ല അല്ലേ? അപ്പോൾ ഇത് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്താവാം? Z is equal to Z³ എന്നുള്ളത് Z is equal to 0 ആവാം അല്ലേ? Z² + 1 is equal to 0 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Z is equal to ± I എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ Z is equal to I-ലും Z is equal to -I-ലും Z is equal to 0-ലും ഈ ഫംഗ്ഷൻ എന്തല്ല? അനലറ്റിക് അല്ല അല്ലേ? ദാറ്റ് ഈസ് F fails to analytic at 0 and I -I എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിംഗുലാർ പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? 0-യും I-യും -I-യും എന്താണ്? സിംഗുലാർ പോയിന്റ്സ് ആണ്. ഇത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സും കൂടെ ആയിരിക്കും. കാരണം ഈ ഡിനോമിനേറ്ററിലെ ഈ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ ഇതെന്താവും? ഈ ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. ബാക്കി എല്ലാ റീജിയനിലും അനലറ്റിക് ആവും. അപ്പോൾ നമ്മൾ 0 സെൻറ്ററായും കൊണ്ട് ഒരു സർക്കിൾ വരച്ചാലും അതിൻ്റെ ബാക്കി എല്ലാ നൈബർഹുഡിലും എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ അനലറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ഐനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിലും ഫംഗ്ഷൻ ബാക്കി എല്ലാ റീജിയനിലും അനലറ്റിക് ആയിരിക്കും. -I-ലും ബാക്കി എല്ലാ റീജിയനിലും എന്തായിരിക്കും? അനലറ്റിക്. -I-നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലും എല്ലാ റീജിയനിലും എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു നൈബർഹുഡ് കണ്ടെത്താൻ പറ്റും. എഫ് അനലറ്റിക് ആവുന്ന രീതിയിലുള്ള ഒരു നൈബർഹുഡെങ്കിലും ഇവിടെ കണ്ടെത്താൻ പറ്റും അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? F of Z has 3 isolated singular points. Okay, F of Z has 3 മൂന്നെണ്ണം ഉണ്ട് അല്ലേ? 0, I, -I. 3 isolated singular points. Okay, ഏതൊക്കെയാണ്? Z is equal to 0, Z is equal to I and Z is equal to -I. Okay, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്ക്. ലോഗ് Z. ലോഗ് Z എന്ന് പറഞ്ഞാൽ ഇത് അനലറ്റിക് അല്ലാത്ത റീജിയൻ നമുക്ക് കണ്ടെത്തണം. ഇപ്പോൾ Z is equal to 0-ൽ ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ലോഗ് 0 എന്ന് പറഞ്ഞാൽ എന്തായി മാറി? അൺഡിഫൈൻഡ് ആയിട്ട് മാറി അല്ലേ? അപ്പോൾ Z is equal to 0-ൽ ഈ ഫംഗ്ഷൻ എന്തല്ല? അനലറ്റിക് അല്ല. അതായത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? Z is equal to 0 is an സിംഗുലാർ പോയിന്റ് ഓഫ് ലോഗ് Z അല്ലേ? ലോഗ് Zൻ്റെ സിംഗുലാർ പോയിന്റ് ആണ് എന്ത്? 0 എന്ന് പറയുന്നത്. ഇതൊരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആവുമോ? ഇതൊരിക്കലും ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആവില്ല. കാരണം Z is equal to 0 ഒറിജിനാണ് ഇവിടെ സിംഗുലാർ പോയിന്റ് വരുന്നത്. ആ ഒറിജിൻ അല്ലേ ഇങ്ങനെയാണ് വരിക. ഒറിജിനാണ് ഇവിടെ സിംഗുലാർ പോയിന്റ്. അപ്പോൾ ആ ഒറിജിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എത്ര ചെറിയ നൈബർഹുഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സും വരുന്നുണ്ട് അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ വരും. ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരും. നെഗറ്റീവ് റിയൽ ആക്സിസിൽ ലോഗ് Z അനലറ്റിക് അല്ല എന്നുള്ളൊരു തിയറം നമ്മൾ പഠിച്ചതായിരുന്നു. ലോഗ് Z ഈസ് നോട്ട് കണ്ടിന്യൂസ് ഓൺ ദി നെഗറ്റീവ് റിയൽ ആക്സിസ് എന്നുള്ള ഒരു തിയറം നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിലും ആ ഫംഗ്ഷൻ എന്തല്ല? ഒരിക്കലും അനലറ്റിക് അല്ല അല്ലേ? നമ്മൾ മറ്റൊരു നൈബർഹുഡ് Z is equal to 0-നെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അനലറ്റിക് ആവുന്നുണ്ടെങ്കിൽ ഈ 0 എന്നുള്ള പോയിന്റിൽ നമുക്ക് എന്തും കൂടെ വിളിക്കായിരുന്നു? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കായിരുന്നു. പക്ഷെ ലോഗ് Zൻ്റെ കേസിൽ നമ്മൾ Z0-നെ അതായത് 0-നെ കണ്ടെയ്ൻ ചെയ്യുന്ന എത്ര ചെറിയ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരും. നെഗറ്റീവ് നമ്പേഴ്സിൽ ഒരിക്കലും ലോഗ് Z അനലറ്റിക് അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഏതൊരു ചെറിയ നൈബർഹുഡിലും ലോഗ് Z അനലറ്റിക് ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? Z is equal to 0 ഈസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അല്ലേ? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. ഓക്കെ, ബട്ട് സിംഗുലാർ പോയിന്റ് ആണ്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറയുന്നത് ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് തന്നെ 3 ടൈപ്സ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് പോൾ, രണ്ടാമത്തെ റിമൂവബിൾ സിംഗുലാർ പോയിന്റ്, മൂന്നാമത്തെ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. അപ്പോൾ ഈ ഒരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിൻസിപ്പൽ പാർട്ട് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഒരു എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഇപ്പം പറഞ്ഞില്ലേ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് എന്നുള്ള പോയിന്റിൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് ദർ ഇസ് എ ഡിലീറ്റഡ് നൈബർഹുഡ് ഓഫ് സെറ്റ് നോട്ട് 0 ലെസ് ദാൻ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് അങ്ങനെ ആണ് അല്ലേ. എഫ് ഓഫ് സെറ്റിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ടിൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് ലോറൻസ് സീരീസ് ആകുമ്പോൾ എക്സ്ട്രാ ഇവിടെ ബി എന്നുള്ളൊരു ടേമും കൂടെ ഉണ്ടാവും അല്ലേ. രണ്ട് കോൺസെൻട്രിക് സർക്കിളിൻ്റെ ഇടയിലായിട്ടായിരുന്നു നമ്മൾ ലോറൻസ് സീരീസ് പറഞ്ഞത് ഇസ് ആൻ ആനുലാർ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഡിസ്ക് ആയിരുന്നു. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ വേർ 0 ലെസ് ദാൻ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ നോട്ട് ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മളൊരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെറ്റ് പറയുന്നത് അബൌട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് എ എന്നുള്ള കോയിഫിഷ്യൻറ്റും ബി അല്ലേ. അപ്പോൾ ഇതിൽ എഫ് ഓഫ് സെറ്റിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ നോക്ക് സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറയുന്ന ഇത് പോസിറ്റീവാണ് അല്ലേ. ഇതെന്താണ് ശരിക്കും സെഡ് മൈനസ് സെഡ് നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു മൈനസ് എൻ എഴുതാൻ പറ്റും അല്ലേ. അതായത് സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു മൈനസ് എൻ ഇതിൻ്റെ എന്താണിത് നെഗറ്റീവ് പവർ ആണ് അല്ലേ. നെഗറ്റീവ് പവേഴ്സ് ഓഫ് മൈനസ് സെഡ് നോട്ട് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ്. അപ്പോൾ എഫ് ഓഫ് സെറ്റിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടാണ് ഇത് ഓക്കെ. നെഗറ്റീവ് പവർ വരുന്ന ഈ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ് ഇസ് ദ നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ പാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി സിംഗുലാർ പോയിന്റിനെ 3 ടൈപ്പായിട്ട് തരംതിരിക്കുന്നത് ഓക്കെ. പ്രിൻസിപ്പൽ പാർട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് വിളിക്കുന്നത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് പോളാണോ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണോ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പൽ പാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഓക്കെ. ഫസ്റ്റ് എന്താണ് പോൾ എന്നുള്ളത് നോക്കാം. If the principal part of f at z naught പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമായിട്ടുണ്ടാവുക. അതായത് ഇഫ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും ഇത് എഫിന് പോളാണെന്ന് പറയാൻ പറ്റും ഓക്കെ. ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേം കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് പറയാൻ പറ്റും പോളാന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം b1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് അല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് b1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് പ്ലസ് b2 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് b3 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്രാ ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്ത് എണ്ണാൻ പറ്റുന്ന അത്ര ഉണ്ടാവുള്ളൂ അല്ലേ, ഒരുപാടെണ്ണം ഉണ്ടാവില്ല. ആ കേസിൽ ഇതെന്താന്ന് പറയാം നമുക്ക് ഇതൊരു പോളാണെന്ന് പറയാം. ഇനി പോളിന് തന്നെ നമ്മൾ ഓർഡർ പറയുന്നുണ്ട്. അതായത് ബി എം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ b1 എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ് എ കോയിഫിഷ്യൻ്റ് ഓഫ് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് b1. അതുപോലെ 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് b2. 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് b3 അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഈ കേസിൽ ബി എം എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0യും ബാക്കി എല്ലാതും അതായത് ആൻഡ് ബി എം പ്ലസ് 1 ഈക്വൽ ടു ബി എം പ്ലസ് 2 ഈക്വൽ ടു എക്സെട്രാ ഈക്വൽ ടു ബാക്കി എല്ലാ ടേംസും 0 ആവുകയും ബി എം നോട്ട് ഈക്വൽ ടു 0 ആവുകയും ചെയ്താൽ നമുക്കിതിനെന്ത് വിളിക്കാം ഈസ് എ പോൾ ഓഫ് ഓർഡർ എം എന്ന് വിളിക്കാം അല്ലേ. ഇതൊരു പോളാണ് ഈസ് എ പോൾ ഓഫ് ഓർഡർ എം എന്ന് വിളിക്കാം. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 1 ഉണ്ടായിരിക്കും അല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ. പോൾ ഓഫ് ഓർഡർ എം എന്ന് പറഞ്ഞാൽ ഏതും ആവാം. പോൾ ഓഫ് ഓർഡർ 1 ഉള്ളതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സിമ്പിൾ പോൾ. എന്താ വിളിക്കുക സിമ്പിൾ പോൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പോൾ ഓഫ് ഓർഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എന്നുള്ളിൽ എന്ത് വിളിക്കാം നമുക്ക് ഈസ് എ സിമ്പിൾ പോൾ എന്ന് വിളിക്കാം ഓക്കെ. പിന്നെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആകും. നമ്മളിങ്ങനെ ഒരു ലോറൻസ് സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടാണ് യൂസ് ചെയ്യുക. അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളെങ്കിൽ അത് പോളാണെന്ന് കൺഫേം ചെയ്യാം. അതിൻ്റെ ഓർഡർ നോക്കുക. അതിൻ്റെ ഓർഡർ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം ഇസ് എ സിമ്പിൾ പോൾ. ഓർഡർ 2ഓ 3ഓ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇസ് എ പോൾ ഓഫ് ഓർഡർ 2 പോൾ ഓഫ് ഓർഡർ 3 അങ്ങനെ എഴുതാൻ പറ്റും ഓക്കെ. അപ്പോൾ അതാണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ പോൾ. ഇനി റിമൂവബിൾ സിംഗുലാർ പോയിന്റ്
നെക്സ്റ്റ് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. അപ്പോൾ റിമൂവബിൾ സിംഗുലാർ പോയിന്റിൽ ഇതുപോലെ തന്നെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഇങ്ങനെയാണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഈ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ പാർട്ടിൽ ബി എൻസ് കംപ്ലീറ്റ് സീറോ ആയി മാറുക. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് തന്നെ കംപ്ലീറ്റ് സീറോ ആയിട്ട് മാറുക എന്നുണ്ടെങ്കിൽ ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റിന് നമുക്ക് എന്ത് വിളിക്കാം? റിമൂവബിൾ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാം. അതായത് എന്ത് പറയാം? ഇഫ് ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് എഫ് അല്ലേ, പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് എഫ് അറ്റ് സെഡ് നോട്ട് ഈസ് സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണ്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് അല്ലേ. എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തേ കേസ് വരുന്നുള്ളൂ? അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് ആവുന്ന കേസ് പറഞ്ഞു, സീറോ ആവുന്ന കേസ് പറഞ്ഞു. ഇനി എന്തേ ഒരു കേസ് വരുള്ളൂ? ഇൻഫൈനൈറ്റ് ആവുന്ന കേസ് അല്ലേ. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്തായിട്ട് മാറുക? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറുക. കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാൻ പറ്റും? എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. ഈ പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ് എ പോൾ എന്ന് വിളിക്കാം. ഇത് കംപ്ലീറ്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണ്. ഇതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും? എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം, അത് പോളാണോ, റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണോ, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണെന്നുള്ളത് കണ്ടെത്താം. ക്വസ്റ്റ്യൻ നോക്ക്, സൈൻ സെഡ് ബൈ സെഡ്, ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സൈൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ. സൈൻ സെഡിൻ്റെ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എന്തായിരുന്നു? ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞതായിരുന്നു. സെഡ് മൈനസ് സെഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 7 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ. സെഡ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടറൈസ് ടു 5 7. അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് മൈനസും പ്ലസും വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇവിടെ ഈ ഫംഗ്ഷൻ എവിടെയാണ് അനലറ്റിക് അല്ലാത്തത്? എഫ് ഓഫ് സെഡ് അനലറ്റിക് അല്ലാത്ത പോയിന്റ് ഏതാണ്? ഈ ഡിനോമിനേറ്ററിലാണ് അല്ലേ. ദാറ്റ് ഈസ് സെഡ് ഇസ് ഈക്വൽ ടു 0ൽ ഈ ഫംഗ്ഷൻ എന്തല്ല? അനലറ്റിക് അല്ല. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഹാസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്, സിംഗുലാരിറ്റി അല്ലേ, ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ഉണ്ട് എവിടെ? അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട്. സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? അപ്പം ഇവിടുത്തെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കൺഫേം ചെയ്തു. ഓക്കെ, സെഡ് ഇസ് ഈക്വൽ ടു 0 ആണ്. കാരണം 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും നമുക്ക് എന്ത് കിട്ടും? ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് കിട്ടും. അതുകൊണ്ട് ഐസൊലേറ്റഡ് ആണെന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ദെൻ ഇങ്ങനെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ therefore എഫ് ഓഫ് സെഡ് ഹാസ് എ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ സെഡ് ബൈ സെഡിനെ ഈക്വൽ ടു സൈൻ സെഡ് ഇതാണ് അല്ലേ. അപ്പോൾ 1 ബൈ സെഡ് ഇൻറ്റു സൈൻ സെഡ് എന്താണ്? സെഡ് മൈനസ് സെഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 7 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, ഈക്വൽ ടു ഇതിനെ നമ്മൾ സെഡ് കൊണ്ട് എല്ലാതും കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്തൊരു 1 മൈനസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ പാർട്ട് ആദ്യം കണ്ടെത്തണം. ഇവിടെ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടോ? എന്തായിരുന്നു പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് മൈനസ് സെഡ് നോട്ട് അല്ലേ. അതായത് ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് 0. അപ്പോൾ ഇവിടെ സെഡ് മൈനസ് 0 എന്ന് പറയുന്നത് മുകളിലാണ് വരുന്നത് അല്ലേ. സെഡ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ മുകളിലാണ്. താഴെ ഉണ്ടോ? സെഡ് മൈനസ് സെഡ് നോട്ട് എന്നുള്ളതിൻ്റെ പവർ നെഗറ്റീവ് പവറിനായിരുന്നു നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് നിന്ന്. അപ്പോൾ താഴെ എവിടെയെങ്കിലും സെഡ് വരുന്നുണ്ടോ? താഴെ എവിടെയും സെഡ് ഇല്ലല്ലോ. താഴെ സെഡ് ഉണ്ടെങ്കിൽ നമുക്കതിനെ സെഡ് റേസ് ടു മൈനസ് പറഞ്ഞിട്ട് നെഗറ്റീവ് പവേഴ്സാണ്, അതിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രിൻസിപ്പൽ പാർട്ട് തന്നെ കാണാനില്ല അല്ലേ. നെഗറ്റീവ് പവറിൽ സെഡ് വരുന്നേ ഇല്ല. അതായത് ഇവിടുത്തെ പ്രിൻസിപ്പൽ പാർട്ട് എന്താണ്? പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. പ്രിൻസിപ്പൽ പാർട്ട് 0 ആയി കഴിഞ്ഞാൽ ഈ സിംഗുലാർ പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക? റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണ്. ക്ലിയർ ആയില്ല? അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് എന്നുള്ള ഈ ഫംഗ്ഷനിൽ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 മൈനസ് സെഡ് ഹോൾ ക്യൂബ്.
അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത് എവിടെയായിരിക്കും? ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ അല്ലേ? ദാറ്റ് ഈസ് 2 - z ഈക്വൽ ടു 0 ആവുന്ന കേസ്, അതായത് z ഈക്വൽ ടു 2 ആണ് ഇവിടുത്തെ എന്ത് വരുന്നത്? ഈസ് എ സിംഗുലാർ പോയിന്റ്. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും കൂടെ ആയിരിക്കും. കാരണം 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റേതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ അവിടെ എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെഡ് ഹാസ് എ സിംഗുലാർ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് അറ്റ് z ഈക്വൽ ടു 2 അല്ലേ? അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെഡ് ഹാസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. ഏതാണത്? z ഈക്വൽ ടു 2 ആണ്. ദെൻ എഫ് ഓഫ് സെഡിൻ്റെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമുക്ക് എഴുതാൻ പറ്റും. എഫ് ഓഫ് സെഡിനെ 1/2 - z ഹോൾ ക്യൂബ് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 ആണ് എന്ത് വരുന്നത്? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് മാറ്റിയിട്ട് ഈ z ആദ്യം വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ z ആദ്യം വരുന്ന രീതിയിലാകുമ്പോൾ ഇവിടെ z വരുമ്പോൾ ഇവിടെ മുകളിൽ എന്ത് വരും? മൈനസ് അല്ലേ? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. -z - 2 ഹോൾ ക്യൂബ് എന്ന് അല്ലേ? -z - 1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലേ? നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, എഫ് ഓഫ് സെറ്റിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളൂ, ഒരുപാടെണ്ണം ഒന്നും വരുന്നില്ല. ഇത് അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് തന്നെയല്ലേ? പ്രിൻസിപ്പൽ പാർട്ട് തന്നെയാണ്. കാരണം ഇതെന്താ വരുന്നത്? 1/z - 2 ഹോൾ റൈസ് ടു -3 എന്നാണ്. 1/z - 2 -3 പറഞ്ഞാൽ 1/z - 2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ z - 2 ഹോൾ റൈസ് ടു -3 എന്നല്ല. അതായത് അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് തന്നെയാണ് ഈ വരുന്നത്. പ്രിൻസിപ്പൽ പാർട്ടിൽ ഒരൊറ്റ ഒന്നേ വരുന്നുള്ളൂ അല്ലേ? ഫൈനൈറ്റ് നമ്പറാണ്. അപ്പോൾ ഇത് പോളാണെന്നുള്ളത് കൺഫേം ആയി. ഇനി ഇതിൻ്റെ ഓർഡർ കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ പറയുന്നു b1/z - z0 അല്ലേ? ഇവിടെ 1 ആയപ്പോൾ 1 വരുമ്പോൾ ഇവിടെ b1 ആയിരുന്നു. പ്ലസ് അടുത്തത് b2/z - z0 ഹോൾ സ്ക്വയർ 2 ആകുമ്പോൾ, അതായത് z - z0 ഹോൾ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് b2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹോൾ ക്യൂബിൻ്റെത് എന്തായിരിക്കും? ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -3ൻ്റെത് എന്തായിരിക്കും? b3 അല്ലേ? അതായത് b3 ആണ് ഇവിടെ വരുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് 1/z - 2 ഹോൾ ക്യൂബ്. എന്താണ് 1/z - 2 ഹോൾ ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് വരുന്നത്? b3 എന്ന് പറയുന്നത് -1 ആണ്. -1 എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്, ഒരിക്കലും 0 ആവില്ല. അപ്പോൾ അതിന് ശേഷം വരുന്നത് b4. ഇവിടെ ഇനി നെക്സ്റ്റ് ടേം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ, ഫൈനൈറ്റ് എണ്ണാണ്. ഇവിടെ നെക്സ്റ്റ് b4 എന്തായിരിക്കും? 0 ആയിരിക്കും. b5 0 ആയിരിക്കും, ഒക്കെ 0 ആയിരിക്കും അല്ലേ? b4 = b5 = എക്സെട്ര = 0. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു പോളാണ്. ഇത് പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് ആണ് ആൻഡ് ഈസ് ഓഫ് ഓർഡർ എന്താണ് വരുന്നത്? 3 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഈസ് എ പോൾ ഓഫ് ഓർഡർ 3. എന്താണ്? ഓർഡർ 3 ആയിട്ട് വരുന്ന പോളാണ് ഇത്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാത്തത് കേസ് റിമൂവബിൾ. പ്രിൻസിപ്പൽ പാർട്ട് ഇവിടെ ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇത് പോളാണ്. പോളിൽ തന്നെ ഓർഡർ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ഓക്കെ, പോൾ ഓഫ് ഓർഡർ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു z² / 1 + z. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ സിംഗുലാർ പോയിന്റ്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ഏതാണെന്നുള്ളത് കണ്ടെത്തണം അല്ലേ? അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 0, എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 പറയുമ്പോൾ 1 + z = 0. 1 + z 0 ആകുന്നത് എപ്പോഴാണ്? z = -1. അപ്പോൾ z = -1 ആണ് ഇതിൻ്റെ എന്ത്? സിംഗുലാർ പോയിന്റ്. ഇനി അതെന്തും കൂടെ ആയിരിക്കും? ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റും കൂടെ ആയിരിക്കും. കാരണം നമ്മൾ -1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് സെറ്റ് അവിടെ അനലറ്റിക് ആയിരിക്കും. കാരണം എഫ് ഓഫ് സെറ്റ് അനലറ്റിക് അല്ലാത്ത ഒരൊറ്റ പോയിന്റ് ഏതുള്ളൂ? z = -1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അതുപോലെ ഒരു നൈബർഹുഡ് കണ്ടെത്താൻ പറ്റും. അതായത് z = -1 ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആണ്. ഓക്കെ, എഫ് ഓഫ് സെറ്റ് = z² / 1 + z. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് z² ഇതിനെങ്ങനെ എഴുതിക്കൂടെ? z - -1. അപ്പോൾ നമ്മുടെ -1 തന്നെയാണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ്. ഇതെല്ലാം കൺഫേം ആണ്. പക്ഷേ ഇതിൽ z - -1 ഇത് പ്രിൻസിപ്പൽ പാർട്ട് തന്നെയാണ് അല്ലേ? / ഡിനോമിനേറ്ററിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ നിങ്ങൾ നോക്ക്, മുകളിൽ കോയിഫിഷ്യൻറ്റ് നമുക്ക് ഇവിടെ z² ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ആ ഒരു കോയിഫിഷ്യൻറ്റ് ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റീഅറേഞ്ച് ചെയ്യണം. അതായത് ഇവിടെ 1/z + 1 ആണ് താഴെ അല്ലേ? z - -1 എന്ന് പറഞ്ഞാൽ z + 1 z + 1. ഈ z² ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. z² ഇങ്ങനെ എഴുതിക്കൂടെ? z + 1 - 1. z + 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? z തന്നെയാണ്. ഹോൾ സ്ക്വയർ എന്ന് കേട്ടു. 1/z + 1 ഇതിനെ നമ്മൾ a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? z + 1 ഹോൾ സ്ക്വയർ. ഇതാണ് ഒരു ടേം വരുന്നത്, a എന്നുള്ള ടേം. -2 × z + 1 + 1 വരും. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും.
ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, Z+1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ Z+1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, Z+1 വരും. ഓക്കെ, -2 × Z+1 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. അടുത്ത എന്ത് വരും, +1/Z+1 വരും. ഓക്കെ, അപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഈ ടേമിൽ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് ഏതാണ്? പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്ററിൽ അല്ലേ Z വരുന്നതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഏതാണ്, ഇതാണ് പ്രിൻസിപ്പൽ പാർട്ട്. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ Z വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ പാർട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള f(z) എന്ന് പറയുന്നത് ഇസ് എ ഫൈനൈറ്റ് നമ്പർ. ഫൈനൈറ്റ് ഉള്ള ഒരുപാടെണ്ണം വരുന്നൊന്നുമില്ല അല്ലേ, ഫൈനൈറ്റ് നമ്പറാണ്. അതായത് ഇത് പോളാണെന്നുള്ളത് കൺഫേം ആണ്. ഇനി ഇതിൻ്റെ ഓർഡർ കിട്ടണം. അതായത് ഇതിൻ്റെ ഓർഡർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ Z+1 ഓർഡർ റൈസ് ടു ഇതെന്താണ്, -1 ഉള്ള ഫോമിൽ. അതായത് B1 ആണ് ഇവിടെ വരുന്നത് അല്ലേ. B1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് 1/Z+1 ഇസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഓക്കെ, 1 ആണ് കിട്ടുന്നത്. അതായത് 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. ബാക്കി B2 ഈക്വൽ ടു B3 ഈക്വൽ ടു എക്സെട്ര ബാക്കി എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. ഫൈനൈറ്റ് ആയതിൽ പോളാണെന്ന് കൺഫേം ചെയ്തു. പോളിൻ്റെ ഓർഡർ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പവർ നോക്കുക. ഇവിടെ ഓൾറേസ് -1 ആണ്. അതായത് B1 ആണ്, കോയിഫിഷ്യൻ്റ് ഓഫ് 1/Z+1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതെന്താണെന്ന് കിട്ടി, ഇസ് എ പോൾ ഓഫ് ഓർഡർ 1 അല്ലേ. പോൾ ഓഫ് ഓർഡർ 1നെ നമ്മൾ എന്താ വിളിക്കുക, സിമ്പിൾ പോൾ. അപ്പോൾ ഇതെന്താന്ന് കിട്ടി, സിംഗുലാർ പോയിന്റ് എന്താണെന്ന് കിട്ടിയത്, സിമ്പിൾ പോളാണ്. ഓക്കെ, സിമ്പിൾ പോളാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. Z is equal to -1 ഈസ് ആൻ ഐസൊലേറ്റഡ് സിമ്പിൾ പോളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, Z × എക്സ്പോണൻഷ്യൽ ഓഫ് 1/Z. അപ്പോൾ ഈ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് എന്ത് ചെയ്യാം, e⁻Z മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ആണ് അല്ലേ. e⁻Z മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എന്തായിരുന്നു, n is equal to 0 to infinity Z⁻n divided by n factorial, that is 1 plus Z divided by 1 factorial plus Z square divided by 2 factorial plus etc. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1/Z ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ e⁻1/Z, ഈ ഒരു e⁻Z എക്സ്പാൻഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, Z പ്ലേസിൽ 1/Z ആക്കി കൊടുക്കുക. അപ്പോൾ എന്ത് വരും, n = 0 to infinity. ഇവിടെ 1/Z പ്ലേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, 1/Z കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും, 1/n factorial into Z⁻n is equal to 1/Z എന്നുള്ളത് എന്തായിട്ട് മാറും, 1/Z ആയിട്ട് മാറും അല്ലേ. ഇവിടെ എന്ത് വരും, 1 factorial into 1 plus അല്ലേ, divided by 1 divided by 2 factorial into Z square plus etc. 1/3 factorial into Z cube etc. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ f(z) അനലറ്റിക് അല്ലാത്തത് എവിടെയാണ് വരിക, ഇറ്റ് ഈസ് ഈക്വൽ ടു 0. 1/0 എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഒരിക്കലും ഡിഫൈൻഡ് ആവില്ല. അതായത് Z is equal to 0 ആണ് ഇവിടുത്തെ എന്ത് വരുന്നത്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് വരുന്നത് അല്ലേ, സിംഗുലാരിറ്റി വരുന്നത് Z is equal to 0 ആണ്. അപ്പോൾ നമുക്ക് e⁻Z എഴുതി, e⁻1/Z എഴുതി, ഇനി Z e⁻1/Z എഴുതി. അപ്പോൾ Z e⁻1/Z എഴുതുമ്പോൾ എന്ത് വരും, ഇതിനെ വീണ്ടും നമ്മൾ മാറ്റണം അല്ലേ. ഇതിനെന്ത് ചെയ്യുക, എല്ലാത്തിനും ഒരു Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് Z പ്ലസ് ഇതിനെ Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ Z ആ Z ക്യാൻസൽ ചെയ്തിട്ട് 1 വരും, പ്ലസ് 1/2 factorial into Z പ്ലസ് അടുത്ത ഇവിടെ എന്താ വരും, 1/3 factorial into Z ക്യൂബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1/3 factorial into Z സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് നിങ്ങൾ നോക്കി, ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ Z ഉണ്ട്, താഴെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ താഴെ വരുന്ന ഭാഗമാണ്. ഇവിടെ Z ഉണ്ട്, ഇവിടെ Z ഉണ്ട്, അടുത്തതിൽ Z ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള വരുന്ന എല്ലാതും പ്രിൻസിപ്പൽ പാർട്ടായിരിക്കില്ലേ. കാരണം ഇവിടെ Z താഴെ വരുന്നുണ്ട്, അടുത്തത് Z സ്ക്വയർ വരുന്നുണ്ട്, Z ക്യൂബ് ഉണ്ടായിരിക്കും, Z⁻4 ഉണ്ടായിരിക്കും, Z⁻5 അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് അല്ലേ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്താ വിളിക്കാറുള്ളത്, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണ്. Z is equal to 0 is an essential singular point. അപ്പോൾ ഇവിടെ Z is equal to 0 ആണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് വരുന്നത്. ആദ്യം e⁻Z നിങ്ങൾക്ക് അറിയാവുന്ന മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ എഴുതുക, അതിനുശേഷം e⁻1/Z എഴുതുക, അതിനെ Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം വരുന്ന പ്രിൻസിപ്പൽ പാർട്ട് നോക്കുക. അപ്പോൾ ലാസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷമുള്ള പ്രിൻസിപ്പൽ പാർട്ട് ചെക്ക് ചെയ്യുക. അവിടെ പ്രിൻസിപ്പൽ പാർട്ടിൽ എത്ര ടേംസ് വരുന്നുണ്ട്, ഇവിടെ ഫൈനൈറ്റ് നമ്പറാണ് പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞാൽ Z താഴെ വരുന്നത്, അങ്ങനെ നോക്കിയാൽ മതി. Z-Z0ൻ്റെ നെഗറ്റീവ് പാർട്ട് പറഞ്ഞാൽ Z താഴെ വരുന്നത് നോക്കുക. Z ഇവിടെ ഇൻഫൈനൈറ്റ് ആണ്, അതായത് എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ.